സീസൺ 1 പിന്നിലാക്കിയിട്ട് സീസൺ 2 വേറെ ലെവൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് സുഴൽ വെബ് സീരീസിനെ കുറിച്ചാണ്. ഇത് ആദ്യം തന്നെ കണ്ടവരുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ വെബ് സീരീസ് കാണുന്നതിനുള്ള സെലക്ഷൻ പൊളിയാണ്. മോളിവുഡ്, ബോളിവുഡ് എല്ലാത്തിലെയും തന്നെ മികച്ച ക്രൈം ത്രില്ലറായി ഇതിനെ കാണാൻ സാധിക്കും. സാധാരണയായി ക്രൈം ത്രില്ലർ കാണുന്ന ആളാണെങ്കിൽ ഇതിലെ ക്ലൈമാക്സ് പ്രെഡിക്റ്റ് ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കൂ. പറ്റില്ല. അത്രയ്ക്ക് സസ്പെൻസ് ആണ് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും റിവീൽ ആവുന്നത്. ഇതിന്റെ സീസൺ 1 ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സീസൺ 2 ആണ് ഇപ്പോൾ അതിനെയും കടത്തിവെട്ടിക്കൊണ്ട് റിലീസ് ആയിരിക്കുന്നത്. സീസൺ 1 കാണാത്തവരാണ് നിങ്ങളെങ്കിൽ പ്രശ്നമില്ല, സീസൺ 2 തന്നെ കണ്ടു തുടങ്ങാം. 2 സീസണിലും കാണിച്ച കേസ് വേറെ വേറെയാണ്. കാസ്റ്റിംഗ് സെയിം ആണെങ്കിലും സ്റ്റോറി തികച്ചും വ്യത്യസ്തമാണ്. നഗരത്തിൽ നിന്നും മാറി ബീച്ച് സൈഡിലുള്ള ഒരു കോട്ടേജിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോൾ നാട്ടിലെ പ്രശസ്തനായ ഒരു വക്കീൽ മരിച്ചു കിടക്കുന്നതാണ് കേസിന്റെ തുടക്കം. അത്ഭുതം അവിടല്ല. കോട്ടേജിന്റെ എല്ലാ വാതിലുകളും അകത്തുനിന്ന് പൂട്ടിയിട്ടാണ് ഇരുന്നത്. സ്യൂസൈഡ് എന്ന് തോന്നും വിധത്തിൽ ഹെഡിൽ ഗൺഷോട്ട് കാണുകയും സ്യൂസൈഡ് എന്ന് കേസ് ക്ലോസ് ചെയ്യാൻ പോകുമ്പോഴാണ് ഗണ്ണ് മിസ്സിംഗ് ആയി കാണുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പോലീസിന്റെ ചെവിയിൽ പെട്ടെന്നാണ് ഒരു പേടിപ്പെടുത്തുന്ന ശബ്ദം കേൾക്കുന്നത്. റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അലമാരയുടെ ഉള്ളിൽ നിന്നാണ് ശബ്ദം എന്ന് മനസ്സിലാവുകയും പുറത്തുനിന്ന് പൂട്ടിയ അലമാര തുറന്നു നോക്കുമ്പോഴാണ് ഗണ്ണുമായിരിക്കുന്ന കുറ്റവാളിയെ കാണുന്നത്. ആ പെൺകുട്ടിയെ അതിനകത്ത് ആര് പൂട്ടിയിട്ടു, അവളുടെ കയ്യിൽ ഗണ്ണ് എങ്ങനെ വന്നു, ഇതൊക്കെയാണ് എപ്പിസോഡിൽ സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രൈം സീനിൽ നിന്ന് പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് കേസ് ക്ലോസ് ചെയ്യാൻ പോകുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. കൊല ചെയ്തത് ഞാനാണ് എന്നും പറഞ്ഞ് വേറെ 7 പെൺകുട്ടികൾ വേറെ 7 പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആവുന്നുണ്ട്. അതും കൊല നടന്നതിന്റെ അടുത്ത ദിവസം. ഇപ്പൊ ഒരു കൊല ചെയ്തതിന്റെ പ്രതികളുടെ എണ്ണം 8. ഇതിപ്പോ ഒരു ത്രില്ലറായി തോന്നിയോ? എങ്കിൽ ഇവിടല്ല. ഇനിയാണ് കഥ മാറുന്നത്. അടുത്തത് സ്ക്രീനിൽ കാണിക്കുന്നത് ഒരു ഉത്സവമാണ്. അതിൽ ഒരു നാടക സ്റ്റേജാണ് കഥ പറയുന്നത്. ആ കഥയും ഇപ്പൊ നടന്ന കൊലപാതകവും തികച്ചും സാമ്യം തോന്നിക്കുന്നുണ്ട്. ഇവിടാണ് ഡയറക്ടറിന്റെ ബ്രില്യൻസ്. കഥയുടെ സ്റ്റോറി സ്പിരിച്വാലിറ്റിയായി മാച്ച് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും സസ്പെൻസ് കൂടി വരുന്നതിനാൽ തീരെ ബോറടിക്കാതെ ഈ സീസൺ മുഴുവൻ കണ്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് എന്റെ ഒരു ഉറപ്പാണ്. ദൃശ്യം സിനിമകളുടെ ത്രില്ലറിൽ മുൻപന്തിയിൽ നിൽക്കുകയാണെങ്കിൽ സുഴൽ സീരീസിന്റെ ത്രില്ലറിൽ മുന്നിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയാം. ആരൊക്കെ സുഴൽ കണ്ടു എന്നും ആരൊക്കെ ഇനി കാണുമെന്നും കൂടി കമന്റ് ചെയ്യണേ.